നമസ്കാരം. കൊച്ചിക്കാർ എന്ന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിത് സ്പോയിലർ അലർട്ടോടെയാണ് അവതരിപ്പിക്കുന്നത്. പുസ്തകം ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ ഏ കൊച്ചിയുടെ ആ പഴയ ജൂത അറബ് മുസ്ലിം ബന്ധങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. അതെ അതെ. അവരുടെ കച്ചവടം, സംസ്കാരം, അതൊക്കെ എങ്ങനെ കൊച്ചിയിൽ വേരുറപ്പിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടു. ശരിയാണ്. ആ സമൂഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. കൊച്ചിയിൽ വലിയ സ്വാധീനം ചെലുത്തിയ രണ്ട് യൂറോപ്യൻ ശക്തികൾ, പോർച്ചുഗീസുകാരും പിന്നെ ഡച്ചുകാരും. ഇവരെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ അന്വേഷണം. വളരെ പ്രധാനപ്പെട്ട 2 അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പുസ്തകത്തിലെ 4ാമത്തെ അധ്യായം അപ്പലീഡോ, അത് പോർച്ചുഗീസ് പാരമ്പര്യത്തെക്കുറിച്ചാണ്. ലൂസോ ഇന്ത്യക്കാർ. പിന്നെ 5ാമത്തെ അധ്യായം ഐസക്സ്, ഇത് ഡച്ച് പൈതൃകം, ആംഗ്ലോ ഇന്ത്യക്കാർ എന്നിവയെക്കുറിച്ചും. ഇവിടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ യൂറോപ്യൻ ശക്തികൾ എങ്ങനെയാണ് കൊച്ചിയുടെ ആ സാമൂഹിക ഘടനയൊക്കെ മാറ്റിയെഴുതിയത്, അതുപോലെ അപ്പലിഡോക്കാര്, ഐസക്സ് കുടുംബം പോലെയുള്ള പുതിയ വിഭാഗങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ മനസ്സിലാക്കണം. അതെ, അവരുടെ ഭരണരീതികൾ, പിന്നെ കോട്ട കെട്ടിയതും പള്ളികളുണ്ടാക്കിയതും മതപരമായ കാര്യങ്ങൾ, അതൊക്കെ നോക്കണം. തീർച്ചയായും. അവരുടെ വരവ് ശരിക്കും കൊച്ചിയുടെ ചരിത്രത്തിൽ ഒരു വലിയ മാറ്റം തന്നെയായിരുന്നു, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ. 1503 ഇമ്മാനുവൽ കോട്ടയൊക്കെ കിട്ടിയില്ലേ? പിന്നെ ഡച്ചുകാർ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, ആ മതപരമായ പ്രശ്നങ്ങളൊക്കെ, അതെല്ലാം ഇന്നത്തെ കൊച്ചിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യം പോർച്ചുഗീസ് സ്വാധീനം തുടങ്ങാം, അല്ലേ? അധ്യായം 4 അപ്പലിഡോ. ശരി. പോർച്ചുഗീസുകാർ വരുന്നത് 1500കളുടെ തുടക്കത്തിലാണല്ലോ. 1503 ആ കോട്ട, ഇമ്മാനുവൽ കോട്ട, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ, ശരിയാണ്. ഏകദേശം ഒരു 160 വർഷത്തോളം അവർക്കിവിടെ ഒരു മേൽക്കോയ്മയുണ്ടായിരുന്നു. 1663 ഡച്ചുകാർ വരുന്നതുവരെ. ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട നയം, പുസ്തകത്തിൽ പറയുന്ന ആ പൊളിറ്റിക്ക ദോസ് കസാമെൻസ്, അതെന്തായിരുന്നു? പേര് കേട്ടിട്ട് കല്യാണവുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് തോന്നുന്നു. അതെ അതെ, അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു നയമായിരുന്നു. പോർച്ചുഗീസ് പുരുഷന്മാരെ ഇവിടുത്തെ, അതായത് കൊച്ചിയിലെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അതായിരുന്നു സംഭവം. ഓഹോ, എന്തിനായിരുന്നു അത്? പ്രധാനമായും 2 ലക്ഷ്യങ്ങൾ. ഒന്ന്, പോർച്ചുഗീസ് രക്തബന്ധമുള്ളൊരു പുതിയ തലമുറയെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. 2, അവരിലൂടെ ഇവിടെ തങ്ങളുടെ സ്വാധീനം കൂട്ടുക, അധികാരമുറപ്പിക്കുക. ഈ നയത്തിന്റെ ഒരു ഡയറക്റ്റ് റിസൾട്ടാണ് ലൂസോ ഇന്ത്യൻ സമൂഹം. അവയാണോ പുസ്തകത്തിൽ അപ്പലീഡോ എന്ന് പറയുന്നത്? അതെ, അവരാണ് അപ്പലിഡോക്കാർ. ഈ അപ്പലീഡോ എന്ന വാക്കിന് എന്തെങ്കിലും പ്രത്യേക അർത്ഥമുണ്ടോ? അപ്പലിഡോ എന്ന് വെച്ചാൽ പോർച്ചുഗീസില് കുടുംബപ്പേര് അഥവാ സർനെയിം എന്നാണ് അർത്ഥം. അപ്പോ ഈ ലൂസോ ഇന്ത്യൻ സമൂഹത്തിലെ ആളുകൾക്ക് പോർച്ചുഗീസ് കുടുംബപ്പേരുകളായിരുന്നു കൂടുതൽ. ഡിസൂസ, പെരേര, റോഡ്രിഗസ്, ഫെർണാണ്ടസ്, അങ്ങനെയുള്ള പേരുകൾ. ഈ കുടുംബപ്പേര് തന്നെ അവരുടെ ആ പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഒരു അടയാളമായി മാറി. പുസ്തകത്തിൽ റൂഫസ് ഡിസൂസ എന്ന ഫുട്ബോൾ കളിക്കാരനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഈ സമൂഹത്തിൽപ്പെട്ട ആളാണോ? അതെ, അദ്ദേഹം ഒരു ഉദാഹരണമാണ്. ഡിസൂസ എന്ന പേര് വളരെ കോമണായൊരു പോർച്ചുഗീസ് സർനെയിമാണല്ലോ. ശരിയാണ്. അപ്പോൾ ഈ കുടുംബപ്പേരുകൾ വെറുമൊരു പേരല്ല, അതൊരു സാമൂഹിക സ്ഥാനം കൂടിയായി മാറിയിട്ടുണ്ടാവാം, അല്ലേ? ഒരു പുതിയ കൾച്ചർ തന്നെ രൂപപ്പെട്ടു, സ്ഥാപിക്കപ്പെട്ടു. സെന്റ് ഫ്രാൻസിസ് പള്ളിയൊക്കെ അതിന് ഉദാഹരണമാണ്. പക്ഷേ ഈ കത്തോലിക്ക സ്വാധീനം പിന്നീട് ഡച്ചുകാർ വന്നപ്പോൾ ഒരു പ്രശ്നമായില്ലേ? അതെ, അവിടെയാണ് അടുത്ത മാറ്റം വരുന്നത്. ഡച്ചുകാർ വന്നതോടെ കാര്യങ്ങൾ മാറി. ശരി, അപ്പം നമുക്ക് ഡച്ച് കാലഘട്ടത്തിലേക്ക് കടക്കാം. അധ്യായം 5 ഐസക്സ്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കൊച്ചു പിടിക്കുന്നു. എന്തൊക്കെയായിരുന്നു പ്രധാന മാറ്റങ്ങൾ? പ്രധാന മാറ്റം മതപരമായ കാര്യങ്ങളിലായിരുന്നു. കാരണം ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. അവർക്ക് കത്തോലിക്കരോട്, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരായ കത്തോലിക്കരോട് ഒരു കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഓഹോ, അതവരുടെ ഭരണത്തിൽ എങ്ങനെയാണ് കണ്ടത്? അത് വ്യക്തമായിരുന്നു. ഉദാഹരണത്തിന്, അവർ കൊച്ചി രാജാവുമായുണ്ടാക്കിയ ഉടമ്പടിയിൽ ചില പ്രധാന ആവശ്യങ്ങൾ വെച്ചു. 1, ജസ്യൂട്ട് പാതിരിമാരെയും മറ്റ് കത്തോലിക്ക പുരോഹിതരെയും കൊച്ചിയിൽ നിന്ന് പുറത്താക്കണം. 2, കുരുമുളക്, കറുവപ്പട്ട തുടങ്ങിയവയുടെ കച്ചവടത്തിൽ അവർക്ക് കുത്തക വേണം. അതായത് അധികാരം മാറിയപ്പോൾ കച്ചവട താൽപ്പര്യങ്ങൾക്കൊപ്പം മതപരമായ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നു. അതെ. പിന്നെ പോർച്ചുഗീസുകാർ കെട്ടിയ ആ ഇമ്മാനുവൽ കോട്ട,
അത് ഡച്ചുകാരേതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ചു. എന്നിട്ട് അവർ സ്വന്തമായി പ്രതിരോധ സംവിധാനങ്ങളുണ്ടാക്കി. കൊത്തളങ്ങൾ, അതായത് ബാസ്റ്റിയൻസ്. അവയ്ക്ക് ഹോളണ്ട്, ഗെൽഡർലാൻഡ്, സ്ട്രോംബർഗ്, സീലാൻഡ്, ഗ്രോണിങ്ങൻ എന്നൊക്കെ ഡച്ച് പ്രവിശ്യകളുടെ പേരുകൾ കൊടുത്തു. ആ പേരുകളൊക്കെ ഇപ്പോഴും ചില സ്ഥലപ്പേരുകളിലോ മറ്റോ ഓർക്കുന്നുണ്ടാവോ? നേരിട്ട് ആ പേരുകളില്ലെങ്കിലും ആ കൊത്തളങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങൾ ഏകദേശം ഇന്നത്തെ ഫോർട്ട് കൊച്ചിയിലെ ചില പ്രധാന പോയിന്റുകളാണ്. ഇപ്പോഴത്തെ ബ്രിസ്റ്റോ ഹോട്ടൽ, ടാക്കൂർ ഹൗസ്, ബാസ്റ്റ്യൻ ബംഗ്ലാവ്, ബിഷപ്പ് ഹൗസ്, പഴയ ബസ് ഡിപ്പോ, ഈ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു പണ്ട് ഈ കൊത്തളങ്ങൾ എന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പൊ ഡച്ച് വാസ്തുവിദ്യയുടെ വേറെ എന്തൊക്കെ അടയാളങ്ങൾ കൊച്ചിയിലുണ്ട്? പുസ്തകത്തിലെ ഡേവിഡ് ഹാൾ, പിന്നെ ആ VOC ഗേറ്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ഉണ്ടുണ്ട്. ഡേവിഡ് ഹാൾ ഒരു ഡച്ച് നിർമ്മിതിയാണ്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിന്റെ അടുത്താണത്. VOC ഗേറ്റ് അത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെരനിഗ്ഡ് ഓസ്റ്റൻഷെ കമ്പനി VOCയുടെ ഓർമ്മയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോൾഗാട്ടി പാലസ്. 1744 പണിതതാണ്. ആ ബോൾഗാട്ടി പാലസ്, അത് ഡച്ച് ഗവർണറുടെ വസതിയായിരുന്നു അല്ലേ? അതെ, പെരിയാർ നദി കായലിലേക്ക് ചേരുന്ന സ്ഥലത്ത് ഒരു ദ്വീപിലാണ് അത് പണിതത്. അതിന്റെ സ്ഥാനം വളരെ തന്ത്രപ്രധാനമായിരുന്നു. കാരണം ഉൾനാടുകളിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ വള്ളങ്ങളിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് വലിയ കപ്പലുകളിലേക്ക് മാറ്റിയിരുന്നത്. ആ ജലപാത നിയന്ത്രിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു അത്. ശരിയാണ്, ബോൾഗാട്ടി പാലസ് ഇന്നും വളരെ പ്രസിദ്ധമാണല്ലോ. പിന്നെ മറ്റൊന്ന് ആ ഡച്ച് സെമിത്തേരി, അതിനെന്തോ പ്രത്യേകതയുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആഹാ, അതൊരു രസകരമായ കാര്യമാണ്. 1724 ഫോർട്ട് കൊച്ചിയിലെ ഡച്ച് സെമിത്തേരി സ്ഥാപിക്കുന്നത്. ഏകദേശം ഒരു 100-ലധികം കല്ലറകളുണ്ടവിടെ. എന്താണ് പ്രത്യേകത? ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കല്ലറകളിലൊന്നിൽ പോലും കുരിശിന്റെ രൂപമില്ല എന്നതാണ്. ഓ, അതെന്തങ്ങനെ? അത് ഡച്ചുകാരുടെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിന്റെ ഭാഗമാണ്. കത്തോലിക്കരെ പോലെ അവർ കുരിശിനെ ഒരു ആരാധനാ ചിഹ്നമായി അത്രയധികം ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് കല്ലറകളിലും കുരിശില്ല. 1970 മരിച്ച മിസസ് വാൻസ്പോളാണ് അവിടെ അവസാനമായി അടക്കപ്പെട്ടത്. ശരിക്കും കൊച്ചിയിലെ ഡച്ച് ചരിത്രത്തിന്റെ ഒരു നേർസാക്ഷ്യമാണ് ആ സെമിത്തേരി. അപ്പോ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ അപ്പല്ലിഡോക്കാറുണ്ടായ പോലെ ഡച്ച് കാലഘട്ടത്തിലും ഒരു പുതിയ സമൂഹം, ഡച്ച് പാരമ്പര്യമുള്ള ആംഗ്ലോ ഇന്ത്യക്കാർ രൂപപ്പെട്ടു. അതെ, അതിനൊരു ഉദാഹരണമായാണല്ലോ പുസ്തകം ഐസക്സ് കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ആ കുടുംബപ്പേരിൽ ഒരു കൗതുകം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. അവിടെയാണ് കഥ രസകരമാകുന്നത്. ഐസക്സ് എന്നത് അടിസ്ഥാനപരമായി ഒരു യഹൂദ കുടുംബ പേരാണ്. ആണോ? അതെങ്ങനെ? അതെ, ഹീബ്രു ഭാഷയിലെ ഇസ്ഹാക്ക് എന്ന പേരിൽ നിന്നാണ് അതിന്റെ തുടക്കം. ബൈബിളിൽ അബ്രഹാമിന്റെയും സാറയുടെയും മകനാണല്ല ഇസ്ഹാക്ക്. ആ ശരിയാണ്. വളരെ പ്രായമായതിനു ശേഷം സാറയ്ക്ക് കുഞ്ഞുണ്ടായപ്പോൾ അവർ സന്തോഷം കൊണ്ട് ചിരിച്ചുവെന്നും ആ ചിരി എന്ന അർത്ഥം വരുന്ന പേരാണ് മകനു കൊടുത്തതും എന്നുമാണ് കഥ. ആ ഇസ്ഹാക്കാണ് പിന്നീട് ഐസക്സ് ആയത്. ഓക്കേ, അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്. ഡച്ച് പൈതൃകം പറയുന്ന കൊച്ചിയിലെ പ്രമുഖ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിന് എങ്ങനെയാണ് ഒരു തനി യഹൂദ പേര് വന്നത്? എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ പുസ്തകത്തിൽ? പുസ്തകം ഒരു സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഐസക്സ് എന്ന യഹൂദ കുടുംബപ്പേരുള്ള ചില ഡച്ച് കച്ചവടക്കാർ ഇവിടെ വന്ന് പിന്നീട് ക്രിസ്തുമതം, ഒരുപക്ഷെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതാകാം. ഡച്ചുകാർക്ക് യഹൂദരുമായി നല്ല ബന്ധമായിരുന്നോ? അതെ, പൊതുവെ ഡച്ചുകാർക്ക് യഹൂദരുമായി നല്ല ബന്ധമായിരുന്നു. മട്ടാഞ്ചേരിയിലെ പരദേശി ജൂതർക്ക് ഡച്ച് ഭരണകാലത്ത് സാമ്പത്തികമായി നല്ല പുരോഗതിയുണ്ടായി എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. അതുപോലെ കൊങ്കണി കച്ചവടക്കാരുമായും അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡച്ച് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് പിന്നീട് ക്രിസ്തുമതത്തിലേക്ക് മാറിയ ഒരു കുടുംബമാകാം ഐസക്സ് കുടുംബം. ഇത് കൊച്ചിയുടെ ആ മിക്സ്ഡ് കൾച്ചറിന്റെ മറ്റൊരു ഉദാഹരണം. ശരി. ഈ ഐസക്സ് കുടുംബം സംഗീതത്തിന് വലിയ സംഭാവന നൽകിയവരാണല്ലോ. ജോ ഐസക്സ്, എമിൽഡ ഐസക്സ്, അവരുടെ മക്കളൊക്കെ വലിയ സംഗീതജ്ഞരാണ്. അതെ, അതൊരു സംഗീതം തലമുറകളായി കൈമാറി വന്നൊരു കുടുംബമാണ്. വയലിനിസ്റ്റ് ജോ ഐസക്സും ഗായിക എമിൽഡയും. മക്കളെ നോക്കിയാൽ എമിൽ ഐസക്സ് ഉഷാ ഉതുപ്പിന്റെ ഓർക്കസ്ട്ര ലീഡറായിരുന്നു, ഗിറ്റാറിസ്റ്റ്, ഗായകൻ. റിക്സ് ഐസക്സ് സിനിമയിലൊക്കെ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റും വയലിനിസ്റ്റുമാണ്. യുജീൻ ഗിറ്റാറിസ്റ്റും ടീച്ചറുമാണ്. ആന്റണി ഐസക്സ് നിദ്ര സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ എഫ്രീം മൈമെറ്റ്സ് ബാൻഡിലുണ്ടായിരുന്നു. എൽഡ്രഡ് ദി എലൈറ്റ് ബാൻഡിൽ, എലോയ് ദുബായിൽ PH7 എന്ന ബാൻഡിൽ, എൽറോയ്
കുവൈറ്റിൽ ഗിറ്റാറും കീബോർഡുമൊക്കെ വായിക്കുന്നു. പെൺമക്കളായ എസ്റ്റലും ഈവയും ടീച്ചർമാരാണ്. ശരിക്കും ഒരു സംഗീത കുടുംബം തന്നെ. അവരുടെ കുടുംബത്തിന് ആലപ്പുഴയുമായിട്ടൊരു ബന്ധം പറയുന്നുണ്ടല്ലോ, അച്ചുകൂടം എന്ന വീട്ടുപേര്. ആ, ശരിയാണ്. അവരുടെ പേരുകൾ ആലപ്പുഴയിലുമുണ്ട്. അവിടെ വീട്ടുപേര് അച്ചുകൂടമെന്നായിരുന്നു. അത് ഒരുപക്ഷേ ആ ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെയോ മറ്റോ ഒരു പ്രിന്റിംഗ് പ്രസ് അച്ചടിശാലയുണ്ടായിരുന്നതുകൊണ്ടാവാം എന്നാണ് കുടുംബക്കാർ കരുതുന്നത്. ഓക്കെ, അപ്പോ ഡച്ച് പാരമ്പര്യം, പിന്നെ ആംഗ്ലോ ഇന്ത്യൻ ഐഡന്റിറ്റി, സംഗീതം, അങ്ങനെ പലതും ചേർന്ന ഒരു ചരിത്രമാണ് ആ കുടുംബത്തിന്റേത്. അതെ, കൊച്ചിയുടെ സാംസ്കാരിക ലോകത്ത് അവരുടേതായ ഒരു സ്ഥാനം നേടിയെടുത്ത കുടുംബം. ഇനി ഡച്ചുകാരുടെ മറ്റൊരു പ്രധാന സംഭാവന, ഒരുപക്ഷെ ലോകത്തിന് തന്നെ കിട്ടിയ ഒന്ന്, ഹോർത്തുസ് മലബാരിക്കസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ച് ലാറ്റിൻ ഭാഷയിൽ തയ്യാറാക്കിയ ഒരു വലിയ ഗ്രന്ഥമാണത്. 12 വാല്യങ്ങളുണ്ട്. ആരായിരുന്നു ഇതിനു പിന്നില്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചി ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡയാണിതിന് നേതൃത്വം കൊടുത്തത്. ഇതിനുവേണ്ടി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ചെടികളൊക്കെ ശേഖരിച്ച് ഫോർട്ട് കൊച്ചിക്ക് അടുത്തൊരു തോട്ടമുണ്ടാക്കി നട്ടുവളർത്തിയിരുന്നു. ഓഹോ, ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ. ഏകദേശം അങ്ങനെ പറയാം. നമ്മൾ പണ്ട് വണ്ണാന്മാരുടെ കാര്യം പറഞ്ഞ അധ്യായം 10 ഓടത്ത എന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? ആ ഭാഗത്തായിരുന്നു ഈ ഗാർഡൻ. ഒരുപക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നായിരിക്കാമത്. അവിടെയുള്ള ചെടികളൊക്കെ നോക്കി വരച്ചാണ് ഹോർത്തുസ് മലബാറിക്കസിൽ ചിത്രങ്ങളായി ചേർത്തത്. ഇതിന് ഇട്ടി അച്യുതൻ വൈദ്യരെ പോലെയുള്ള നാട്ടുവൈദ്യന്മാരുടെയും അറിവുള്ളവരുടെയും പിന്നെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെയും ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ പോർച്ചുഗീസ്, ഡച്ച് കാലഘട്ടങ്ങൾ കൊച്ചിയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും വളരെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി എന്ന് ചുരുക്കി പറയാം, അല്ലേ? തീർച്ചയായും. 2 യൂറോപ്യൻ ശക്തികൾ, രണ്ടും അവരുടേതായ രീതിയിൽ കൊച്ചിയിൽ അടയാളങ്ങൾ ബാക്കിവെച്ചു. പക്ഷേ ആ രീതികൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? പോർച്ചുഗീസുകാർ ആ പൊളിറ്റിക്ക ദോസ് കാസമെൻഡോസ് വഴി ഇവിടുത്തെ സാമൂഹിക ജീവിതത്തിൽ നേരിട്ടിടപെട്ടു. അപ്പലിഡോ പോലുള്ള പുതിയ സമൂഹങ്ങളുണ്ടായി. അവരുടെ പാരമ്പര്യം രക്തബന്ധത്തിലൂടെയും കുടുംബ പേരുകളിലൂടെയും തുടർന്നു. ഡച്ചുകാരോ? ഡച്ചുകാർ താരതമ്യേന കുറച്ചുകാലമേ ഭരിച്ചുള്ളൂവെങ്കിലും അവരുടെ ശ്രദ്ധ കൂടുതൽ കച്ചവടത്തിലും ഭരണത്തിലുമായിരുന്നു. അവർ വാസ്തുവിദ്യയിൽ ഒരുപാട് സംഭാവന നൽകി. കോട്ടകൾ, കെട്ടിടങ്ങൾ, സെമിത്തേരി, അതൊക്കെ ഇപ്പോഴും കാണാമല്ലോ. പിന്നെ ഹോർത്തുസ് മലബാരിക്കസ് പോലുള്ള അറിവ് സമ്പാദന പദ്ധതികൾക്ക് മുൻകൈയെടുത്തു. പക്ഷേ മതപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി കർശനമായ നിലപാടായിരുന്നു അവർക്ക്. അപ്പോ ഒരു സങ്കീർണമായ കൊടുക്കൽ വാങ്ങലുകളും ചിലപ്പോ സംഘർഷങ്ങളും ഒക്കെ നടന്ന ഒരു കാലഘട്ടം. അതെ, യൂറോപ്യൻ സംസ്കാരവും ഇവിടത്തെ പ്രാദേശിക സംസ്കാരവും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, അതാണ് നടന്നത്. ഈ കൊളോണിയൽ കാൽപ്പാടുകൾ, അത് കെട്ടിടങ്ങളായാലും പേരുകളായാലും ചില ശീലങ്ങളായാലും ഇന്നും കൊച്ചിയുടെ ജീവിതത്തിൽ കാണാനുണ്ടല്ലേ? തീർച്ചയായും. കൊച്ചിയുടെ ആ ഒരു ബഹുസ്വരത, ആ കോസ്മോപൊളിറ്റൻ സ്വഭാവം, അത് രൂപപ്പെടുന്നതിൽ ഈ യൂറോപ്യൻ സ്വാധീനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ ഭാഗങ്ങളില്ലാതെ കൊച്ചിയുടെ കഥ പൂർണ്ണമാവില്ല. ശരിയാണ്. അപ്പോ നമ്മൾ കേൾക്കുന്നവർക്കൊന്ന് ആലോചിക്കാൻ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഈ കൊളോണിയൽ കാലത്തെ സാംസ്കാരിക കൂടിച്ചേരലുകൾ ഇന്നത്തെ കൊച്ചിയുടെ ഐഡന്റിറ്റി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇതിന് നല്ല വശങ്ങൾ മാത്രമല്ലല്ലോ, ചിലപ്പോൾ അത്ര സുഖകരമല്ലാത്ത ഓർമ്മകളും പാരമ്പര്യങ്ങളും ഉണ്ടാകാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ചരിത്രത്തെ നമ്മൾ അതിന്റെ എല്ലാ നല്ലതും തീയതുമായ വശങ്ങളോടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, വെള്ളപുരുഷുകയോ കരിവാരി തേക്കുകയോ ചെയ്യാതെ. തീർച്ചയായും. അടുത്ത തവണ നമ്മൾ കൊച്ചിയിലെ മറ്റൊരു പ്രധാന സമൂഹത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കൊങ്കണി സംസാരിക്കുന്ന വിവിധ വിഭാഗങ്ങൾ, ഗോവയിൽ നിന്നും മറ്റുമൊക്കെയായി കൊച്ചിയിലെത്തിയവർ. കൊങ്കണികൾ. അവരുടെ കുടിയേറ്റം, കരകൗശലവിദ്യകൾ, കച്ചവടം, സാമൂഹിക പരിഷ്കാരങ്ങൾ, അതൊക്കെ വളരെ രസകരമായ വിഷയങ്ങളാണ്. അതെ, കൊച്ചിയുടെ വാണിജ്യ സാംസ്കാരിക ജീവിതത്തിൽ അവർക്ക് വലിയ പങ്കുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് നന്ദി. അടുത്ത തവണ കാണാം. നന്ദി.